പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയുടെ വചനദീപ്തി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കർത്താവ് വചനമൊരുക്കി നമ്മളെ കാത്തിരിക്കുകയാണ്. തള്ളക്കോഴി മുട്ടയോട് ചേർന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതിഭാസം നമുക്കറിയാം. അത് ചൂട് കിട്ടിക്കഴിയുമ്പോൾ മുട്ടക്കുട്ടന്മാർ കോഴിക്കുഞ്ഞന്മാരാകും. വചനദീപ്തി ശുശ്രൂഷയിലൂടെ കർത്താവ് വചനമൊരുക്കി നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് ചൂട് പകരാനും സൃഷ്ടി നൽകാനുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഈ ആരംഭത്തിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 11-ാമത്തെ വാക്യം, അവിടെ നമുക്കെല്ലാവർക്കും സുപരിതമായിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ദേശത്ത് ഞാനൊരു ക്ഷാമം അയക്കുന്ന നാൾ വരുന്നു. എന്നിട്ട് പ്രവാചകൻ പറയുന്നത് അത് ഭക്ഷണത്തിനുള്ള ക്ഷാമമല്ല, അത് ദാഹജലത്തിനുള്ളൊരു വറുതിയോ അല്ല, പിന്നെ എന്തിനുള്ള ക്ഷാമമായിരിക്കും അത്? പ്രവാചകൻ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷാമത്തിൻ്റെ നാൾ. പ്രിയപ്പെട്ടവരെ, ഏതൊരു വിശ്വാസിയുടെ മുമ്പിലും ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷാമത്തിൻ്റെ നാൾ ഉണ്ട്. അത് ഉണ്ടാകുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫറവോൻ്റെ കീഴിൽ മേലാളനായിട്ട് തീർന്ന ജോസഫിൻ്റെ കഥ നമുക്കറിയാം. അവിടെ അടിമയായിട്ട് കൊണ്ട് വിൽക്കപ്പെട്ടവൻ അവിടെ മേലാളനായിട്ട് മാറി, അധിപനായിട്ട് മാറി, പ്രധാന അധികാരിയായിട്ട് മാറി. എന്നിട്ട് തൻ്റെ രാജാവിനുണ്ടായ സ്വപ്നത്തെ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ജോസഫ് പറയുന്ന വാക്കുണ്ട്: ക്ഷാമത്തിൻ്റെ നാള് വരുന്നു, അതിനു മുമ്പ് ദൈവം സമൃദ്ധിയുടെ നാള് നമുക്ക് തരുന്നു. സമൃദ്ധിയുടെ നാള് നമുക്ക് എന്തിനാ തരുന്നത്? ക്ഷാമത്തിൻ്റെ നാളിനെ നമ്മൾ ഓവർകം ചെയ്യാനാണ്. ഇവിടെ ആമോസ് പ്രവാചകൻ പറയാണ്, ദൈവവചനത്തിനുള്ള ഒരു ക്ഷാമത്തിൻ്റെ നാൾ ഒരു വിശ്വാസിയുടെ മുമ്പിലേക്ക് അയക്കപ്പെടും. അതിനു മുമ്പ് സമൃദ്ധിയുടെ ഒരു നാള് നമുക്ക് ദൈവം തരുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഇന്ന് നമ്മുടെ ബെഡ്റൂമിൽ, വിരൽ തുമ്പിൽ, സ്വീകരണ മുറിയിൽ, ജോലിസ്ഥലത്ത്, വാഹനത്തിലായിരിക്കുമ്പോൾ, എവിടെ നമ്മളായിരിക്കുന്നോ ആ ആയിരിക്കുന്ന സ്ഥലത്ത് മനസ്സിന് ഒരു ഇഷ്ടം തോന്നിയാൽ വിരലൊന്ന് തൊട്ടാൽ നമ്മുടെ മുമ്പിൽ വരാവുന്ന അത്ര സമൃദ്ധിയിൽ ദൈവവചനത്തെ ദൈവം ഉയർത്തിയിരിക്കുന്ന കാലഘട്ടമാണിത്. എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിന് മുമ്പ് ദൈവം ഒരുക്കിയിരിക്കുന്ന സമൃദ്ധിയുടെ കാലം. ഗുഡ്നസ് ടി വി, ഷാലോം ടി വി, ഷെക്കേന ടി വി, മറ്റ് ചെറിയ ചെറിയ വചന ചാനലുകൾ, അല്ലാതെയുള്ള ലൈവ് സ്ട്രീമുകൾ, ധ്യാനകേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷ ചാനലുകൾ എന്നിങ്ങനെ ഒട്ടനവധി. അപ്പം ഇത്രമാത്രം ഒരു വചന പെരുമഴ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഈ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ദൈവവചനം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി നമുക്ക് ക്ഷാമത്തിൻ്റെ നാൾ അയക്കപ്പെടുന്നതിന് മുമ്പ് സമൃദ്ധിയുടെ കാലഘട്ടം ഇങ്ങനെ ഒഴുക്കി തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനും നിങ്ങളും വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ വചനത്തിൻ്റെ സമൃദ്ധിയെ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇന്ന് ദൈവവചനം പഠിക്കാൻ നമ്മൾ പോവുക. ഇന്ന് നമുക്ക് സമൃദ്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ദൈവം വചനമായിട്ട് വരികയാണ്. പറയുന്ന വ്യക്തിയെ നോക്കണ്ട, അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒന്നും നോക്കണ്ട, ദൈവവചനമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തിനാ ദൈവം തരുന്നത്? ക്ഷാമത്തിൻ്റെ നാളിനെ ഓവർകം ചെയ്യാൻ, വചനം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ദൈവവചനത്തിനായിട്ട് നമ്മുടെ ചിന്തയും മനസ്സൊക്കെ ഒന്ന് ഒരുക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഒന്ന് കണ്ണടച്ച് കർത്താവിനൊന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. സമൃദ്ധിയുടെ വചനത്തിൻ്റെ പെരുമഴയുടെ ഒരു കാലഘട്ടം എനിക്കും നിങ്ങൾക്ക് മുമ്പിൽ ദൈവം അയച്ചു തന്നിരിക്കുന്നത് ഒരു ക്ഷാമത്തിൻ്റെ കാലം നമുക്ക് മുന്നിൽ, പീഡകളുടെ കാലം നമുക്ക് മുന്നിൽ ഉണ്ട്. ഇതൊരു സത്യമാണ്. അന്ന് ഈ സമൃദ്ധിക്കനുസരിച്ചുള്ള വചനം കിട്ടാതെ ദൈവമക്കൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാലഘട്ടം നമ്മളെ കൊണ്ടുപോകും.
കരുണയുടെ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന വചനത്തിനായിട്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ്, നമ്മുടെ മനോഭാവങ്ങൾ മുഴുവനും ഒരുക്കിക്കൊടുത്ത് ഒരു തള്ളക്കോഴി ചിറകൻ കീഴിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ദൈവം വചനത്തിൻ്റെ സമൃദ്ധിയിൽ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. നമുക്ക് വചനത്തിനായിട്ട് മനസ്സും ചിന്തയും ഒരുക്കി ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രക്ഷ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഈ രക്ഷയിലേക്ക് വ്യക്തികൾ കടന്നു വന്നിരിക്കുന്നത് പല പല മനോഭാവങ്ങളിലാണ്. യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യേശുവിൽ നിന്നുള്ള രക്ഷ സ്വീകരിച്ചിരിക്കുന്നത് പലരും വ്യത്യസ്ത തലങ്ങളിൽ നിന്നിട്ടാണ്. അതിലൊരു വ്യക്തിത്വത്തെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലൂക്കാ സുവിശേഷകൻ ഒരു ഡോക്ടറാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഭിഷഗ്വരനാണ്. ഒരു വൈദ്യന് രോഗിയെ നന്നായിട്ട് ചികിത്സിക്കാനും കൺസൾട്ട് ചെയ്യാൻ അറിയാം. എന്നതുപോലെ ലൂക്കാ സുവിശേഷകൻ മാത്രം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു രക്ഷയുടെ കഥ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് രക്ഷയുടെ അനുഭവത്തിനായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം അതിൽ 1 തുടങ്ങി 10 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാണ് സക്കേവൂസ്. സക്കേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശുദ്ധൻ എന്നാണ്, അല്ലെങ്കിൽ നിരപരാധി എന്നാണ് മൂലാർത്ഥത്തിൽ വരുന്നത്. അങ്ങനെ ശുദ്ധനും നിരപരാധിത്വമുള്ള ഒരു സക്കേവൂസ്. നമ്മൾ സക്കേവൂസിനെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഒരുപക്ഷെ അവൻ്റെ കുറവായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അവൻ്റെ പോരായ്മയായിരിക്കാം, അവൻ്റെ ജോലിയായിരിക്കാം. ബൈബിളിൽ അവനെക്കുറിച്ച് കുറേ അവൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് സക്കേവൂസിന് ഒരു നല്ല മനസ്സുള്ള വ്യക്തിത്വം കൂടിയായിരുന്നു. ആദ്യം പഠിക്കേണ്ടത് സക്കേവൂസിൻ്റെ മനസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വചനചിന്തയിലൂടെ കടന്നു പോയിട്ട് കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്താണ് സക്കേവൂസ് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് സക്കേവൂസിൻ്റെ ജീവിതത്തിലൂടെ ഭിഷഗ്വരനായിട്ട് ലൂക്കാ സുവിശേഷകൻ എന്താണ് നമ്മൾ ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിളൊക്കെ നിങ്ങളുടെ സമീപത്തുണ്ടെങ്കിൽ കയ്യിലെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. കാരണം കൂടെ വചനം കേൾക്കുന്നതോടൊപ്പം വായിച്ചും ധ്യാനിച്ചും നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, പറഞ്ഞെഴുതടാ അല്ലേ, ഉറക്കെ പറഞ്ഞെഴുതടാ എന്നൊക്കെ പറഞ്ഞെഴുതില്ലേ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഉറക്കെ വായിക്കടാ എന്നൊക്കെ പറയില്ലേ. എന്തിനാണത്? അപ്പം നമ്മുടെ തലച്ചോറിലേക്ക് 2 സ്റ്റേറ്റ്മെൻറ്റാണ് ചെല്ലുന്നത്. ഒന്ന് വായിക്കുന്നു, ഒന്ന് എഴുതുന്നു അല്ലേ. അപ്പോൾ രണ്ട് ആവർത്തി ആ കാര്യം പതിയാൻ വേണ്ടിയിട്ടാണ്. എന്നതുപോലെ ദൈവവചനം നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ അത് കൈപ്പിടിച്ച് വചനം ധ്യാനിക്കുകയാണെങ്കിൽ കുറേയും കൂടി ആ വചനത്തെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് സംശീകരിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷകൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 19-ാം അധ്യായം 1 മുതൽ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരുള്ള ഒരു ആളുണ്ടായിരുന്നു. ഇതാണ് വ്യക്തിപരമായിട്ട് സക്കേവൂസിനെ കുറിച്ച് പറയുന്നത്. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും റോമൻ ഭരണകൂടത്തിന് വേണ്ടി ചുങ്കം പിരിവ് നടത്തുന്ന പ്രധാനനായിട്ടുള്ള ചുങ്കം പിരിവുകാരനാണ് സക്കേവൂസ്. നമുക്കറിയാം ഒരു ചുങ്കം പിരിവുകാരുടെയൊക്കെ സവിശേഷത, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ നിർവഹിക്കുമ്പോൾ പലർക്കും അതിനോടൊരു അമർഷവും വെറുപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം അത്. എന്നതുപോലെ തന്നെ സക്കേവൂസിനും ആ നാട്ടിൽ ഇങ്ങനെയുള്ള ചില ഫേസുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട്, പലരുടെയും വിഷമങ്ങൾ. പിന്നെ അവനൊരു കുറവും കൂടിയുണ്ടല്ലോ. അതിന് ആദ്യത്തെ വാക്കിങ്ങനെ പറയുന്നു, അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് നന്നായിട്ടൊന്ന് തുറന്ന് കേൾക്കണേ. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. ഇപ്പോൾ നമുക്കൊരാളെ കാണാൻ ആഗ്രഹം തോന്നുന്നത് എപ്പോഴാണ്? എനിക്ക് പുണ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിത്വത്തിൻ്റെ ക്യാരക്ടറും ആളുടെ സ്വഭാവ ഗുണങ്ങളും കുറേ വായിച്ചും കേട്ടും മാധ്യമത്തിലൂടെയൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തിനൊന്ന് നേരിട്ട് കാണണമെന്നൊരാഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ
ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിനെ കാണാൻ അല്ലെങ്കിൽ ആ സ്ഥലം കാണാൻ ഒരു കൊതി തോന്നാറുണ്ടല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു നിറവ് അവിടെയുണ്ട്. ഈ നല്ല മനസ്സാണ് സക്കേവൂസിൽ ആദ്യം നമ്മൾ കാണേണ്ട കാഴ്ച. മനുഷ്യരെപ്പോഴും കുറവ് കാണുന്നതുകൊണ്ട് അവൻ്റെ പൊക്കം കുറവ്. കുട്ടികൾ ധ്യാനമൊക്കെ നടത്തുമ്പോൾ ചോദിക്കും, സക്കേവൂസ് ആരായിരുന്നു മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എടുത്തു ചാടി പറയുന്ന ഉത്തരം എന്തായിരിക്കും? അവൻ കുള്ളനായിരുന്നു, അവൻ പാപിയായിരുന്നു, അവൻ ചുങ്കക്കാർ പ്രധാനിയായിരുന്നു, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ ബൈബിൾ ഏറ്റവും ആദ്യം വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അത് നോക്കിയാൽ അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചവനായിരുന്നു എന്നുള്ളതാണ്. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ യേശുവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ സക്കേവൂസ് വഴി ലൂക്കാ സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യമാണ് യേശുവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ ആഗ്രഹം തോന്നാനുള്ള കാരണം എന്താ? അവൻ എന്തൊക്കെയോ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സമീപകാലങ്ങളിൽ. ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ്, അവന് കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്, ഇല്ലേ, മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. ഇങ്ങനെ യേശുവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവൻ കേട്ടിട്ടുണ്ട്. റോമർ ലേഖനം 10-ാം അധ്യായം 17 നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു വചനമുണ്ട്: വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ലഭിക്കുക. വേറെ ഏതെങ്കിലും പ്രസംഗം കേട്ടാൽ പോരാ, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ ദൈവവചന ശുശ്രൂഷയിൽ വിശ്വാസം വ്യാപിക്കപ്പെടും, അത് പകരപ്പെടും. ഇവിടെ സക്കേവൂസിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അവൻ യേശുവിനെ കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്നിടത്തിരുന്ന് ഇങ്ങനൊരു നല്ല മനസ്സ് നമ്മളിലുണ്ടോ എന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ ദൈവവചനത്തിന് മുന്നിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ധ്യാനിക്കാറുണ്ട്, ധ്യാനം കൂടാറുണ്ട്. സക്കേവൂസിന് ഏറ്റവും നല്ലൊരു മനസ്സ്, സുന്ദരമായൊരു മനസ്സ് ലൂക്കാ സുവിശേഷകൻ വരച്ച് കാണിക്കുകയാണ്. ഒരു വ്യക്തിയെ കൺസൾട്ട് ചെയ്യുന്നത് പോലെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരികയാണ് എന്തെന്ന്. സക്കേവൂസിന് ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ആ നല്ല മനസ്സെന്താണ്? യേശുവിനെ കാണാനുള്ള കൊതി. അവൻ എവിടെയൊക്കെയോ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു. ഞാനിങ്ങനെ ദൈവവചനമൊക്കെ ധ്യാനിക്കുമ്പോൾ ഏത് വചനം വായിക്കുകയാണെങ്കിലും അതിനൊന്ന് പിക്ചറൈസ് ചെയ്യാനായിട്ട് മാക്സിമം പരിശ്രമിക്കും. ഒന്ന് കണ്ണടച്ച് ആ വായിച്ച ഭാഗം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ. അപ്പം ഞാനൊരു ദിവസം സക്കേവൂസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, സക്കേവൂസ് ഇങ്ങനെ ചുങ്കസ്ഥലത്തിരിക്കുകയാണ്. അവൻ ടാക്സ് ഓഫീസറാണല്ലോ. മറ്റുള്ളവരുടെ കണക്ക് രസീതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ എഴുതി രേഖപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഇരിക്കുന്ന വഴിയിലൂടെ വലിയ തിക്കും തിരക്കും ബഹളം. അപ്പോൾ സക്കേവൂസ് ഇങ്ങനെ ചിന്തിച്ച് കാണും, എന്തായിരിക്കും ഇത്ര ബഹളം? അപ്പോൾ ഇവൻ കേട്ടറിഞ്ഞിട്ടുള്ള യേശു വരുന്നതാണ് അവിടുത്തെ ആനന്ദത്തിൻ്റെ കാരണം. തിക്കും തിരക്കും നാട്ടുകാരൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, യേശു വരുന്നു, നസ്രാന യേശു വരുന്നു, പിള്ളേരൊക്കെ വലിച്ചുകൊണ്ട് രോഗികളൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാരിങ്ങനെ തിരക്ക് കൂട്ടി പോകുന്നത് കണ്ടപ്പോൾ അവൻ ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞ വചനം റോമർ ലേഖനം 10:17, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. സക്കേവൂസിന് മനസ്സിൽ വന്ന് ഇതാണ് തക്കമായിട്ടുള്ള സമയം, അല്ലേ, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ യേശുവിനൊന്ന് കണ്ടേക്കാം. സക്കേവൂസ് വേഗം അവൻ്റെ എഴുത്തും പരിപാടിയൊക്കെ നിർത്തി രസീത് കുറ്റിയൊക്കെ വലിപ്പിലേക്ക് തള്ളി അത് പൂട്ടി ആ താക്കോല് അരയിൽ തിരികിയിട്ട് സക്കേവൂസ് ഇറങ്ങി പിന്നാലെ ഓടി. ഓട്ടം. അപ്പം മുന്നു പോയ ആൾക്കാരൊക്കെ വഴിയരികിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. യേശു വരുന്ന വഴിയിലേക്ക് അവൻ ഓടി ചെന്നപ്പോൾ അപ്പോഴാണ് ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ അവൻ്റെ ഒരു സവിശേഷത എഴുതി വച്ചിരിക്കുന്നത്. അവന് പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന് യേശുവിനെ കാണാൻ സാധ്യമല്ല. സക്കേവൂസിന് രണ്ടാമതുണ്ടായ ചിന്ത, ഒന്നാമത് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായി, രണ്ടാമതുണ്ടായ അവൻ്റെ രക്ഷയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അവൻ്റെ കുറവിനെക്കുറിച്ച് ബോധമുള്ളവനായി. ഇന്ന് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുറവിനെക്കുറിച്ച് യാതൊരു ബോധം നമുക്കില്ല. മറ്റുള്ളവരുടെ കുറവൊക്കെ വിളിച്ച് നമുക്ക് പറയാനായിട്ട് 1000 നാവാണ്. സക്കേവൂസിനുണ്ടായ കുറവ് എന്താണെന്നറിയാവോ? അവന് പൊക്കം കുറവാണ്. അവൻ്റെ കുറവ് മനസ്സിലായതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തതെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവൻ യേശുവിനെ കാണാൻ വേണ്ടി മുൻപേ ഓടി. നിങ്ങൾ ആ ഭാഗം ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ എല്ലാവരും യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തിക്കും തിരക്കും കൂടി യേശുവിനെ കാണാനായിട്ട് ഇടികൂടുമ്പോൾ സക്കേവൂസിന് അവൻ്റെ കുറവിനെക്കുറിച്ച് യഥാർത്ഥ ബോധമുണ്ടായി. ഇവിടെ നിന്നാൽ നടക്കുകയല്ല പരിപാടി, ഇവിടെ നിന്ന് യേശുവിനെ കാണുന്നുള്ള പരിപാടി തന്നെ നടക്കില്ല. ഇത് കിട്ടിയ അവസരമാണ്.
അതുകൊണ്ട് അവൻ്റെ കുറവ് മനസ്സിലാക്കി മുൻപേ ഓടി. യേശു വരാവുന്ന വഴിയെ അവൻ മനസ്സിലാക്കി മുൻപേ ഓടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് കേട്ടത്, നമുക്ക് നമ്മുടെ കുറവിനെക്കുറിച്ച് വ്യക്തത വേണം. രക്ഷ അനുഭവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കുറവ് തിരിച്ചറിവുണ്ടായിരിക്കണം. പല ആൾക്കാർക്കും അല്ലേ, ഞാനൊരിക്കൽ ഒരു ധ്യാനത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈനിൽ. അപ്പോൾ ഇടയ്ക്ക് കാലം കൂടുമ്പോൾ ഒക്കെ ധ്യാനിക്കാറുണ്ട്. അന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ധ്യാനിച്ച ആൾ ഇൻ്റർവെൽ ടൈമിൽ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വർത്തമാനമൊക്കെ ചോദിച്ചു, ചേട്ടാ ഇവിടെ നിന്ന് വരുന്നത്? അപ്പോൾ ആൾ പാലയെന്ന് വരുന്നതാണ്, വിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വിശേഷം. ആളിങ്ങനെ അതിഭാഷണം ചെയ്യുന്നൊരു ശൈലിയാണ്, പാലക്കാരനായതുകൊണ്ടും. ആൾ പറഞ്ഞു, ഞാൻ 38ാമത്തെ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. 38ാമത്തെ ധ്യാനം. അപ്പോൾ ഞാനവിടെ നിന്ന് തന്നെ ചിന്തിച്ചു, എൻ്റെ കിളി പോയി. കാരണം 38 ധ്യാനം കൂടാൻ ഈ മനുഷ്യൻ എന്തുമാത്രം സമയം ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. 38 ധ്യാനം കൂടിയിട്ടും ആളുടെ മദ്യപാന ശീലം മാറിയിട്ടില്ല. ഇതാണ് ആളുടെ സങ്കടം. ധ്യാനിക്കും, 2 ആഴ്ച പിടിച്ചേക്കും, 1 മാസം പിടിച്ചേക്കും. കൂടുതൽ ആൾ പിടിച്ചു നിൽക്കുന്ന 6 മാസം വരെയാണ്. അപ്പോൾ ഈ കഥയൊക്കെ എന്നോട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ 6 മാസം വരെ പിടിച്ചെന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഈ ബലഹീനത എനിക്ക് നിർത്തണം. അതിനുവേണ്ടി ഞാൻ കൂടെ ധ്യാനിക്കും, വീഴുവോ വീണ്ടും ധ്യാനിക്കും. ഇങ്ങനെ 38 ധ്യാനം കൂടിയ മനുഷ്യൻ. ഇന്ന് ആളെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുകയാണ്, ആ വ്യക്തിക്ക് ആളുടെ കുറവിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ആൾക്ക് ബലഹീനമാണെന്ന് അറിയുമ്പോൾ ആളപ്പം ധ്യാനിക്കാൻ വരികയാണ്. വീണു എന്ന് തിരിച്ചറിഞ്ഞാൽ ആളപ്പം ധ്യാനിക്കാൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കുറവിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവണം. സക്കേവൂസിന് കണ്ടോ, സക്കേവൂസിന് പൊക്കം കുറവാണെന്നുള്ള അറിവ് അവനുണ്ട്, അവൻ്റെ കുറവിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, പിന്നൊരവസരം വരട്ടെ എന്ന് വിചാരിച്ച് അവൻ തിരിച്ചു പോയില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹത്തിനും കൂടി ബലമുള്ളതാണെന്ന് അവിടെ തന്നെ നമുക്ക് തിരിച്ചറിയാം. അവൻ മുൻപേ ഓടി. അപ്പോൾ 2ാമത്തെ കാര്യം, അവൻ്റെ കുറവ് അവൻ തിരിച്ചറിഞ്ഞു. 3ാമത് അവൻ ചെയ്തത്, യേശുവിനെ കാണാൻ വേണ്ടിയിട്ട് മുൻപേ ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പരിശ്രമം കാഴ്ചവെക്കുകയാണ്. പരിശ്രമം. കുറവിനെക്കുറിച്ച് അറിവുണ്ടായിട്ടിരുന്ന് ഇരിക്കുക മാത്രമല്ല, അയ്യോ എനിക്ക് ഇങ്ങനെ പ്രശ്നമാണല്ലോ, ഇങ്ങനെ വിഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയല്ല. ഞാൻ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഒരു വല്യമ്മച്ചിയുണ്ട്. അമ്മച്ചിനെ വിളിക്കുന്നൊരു പേര് പ്രാർത്ഥനാമ്മൂമ്മ എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ഛന്മാർ പള്ളിയിൽ ചിലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഈ അമ്മച്ചി പള്ളിയിലുണ്ടാവും. അങ്ങനെ 92 വയസ്സ് വരെ ആളിങ്ങനെ വില്ലുപോലെ വളഞ്ഞു. ആ കാലഘട്ടങ്ങളിലും പുള്ളി വടിയും കുത്തിയും പിടിച്ച് പള്ളിയിൽ വരും. അത്യാവശ്യം വർത്താനൊക്കെ പറയാൻ ശേഷിയുണ്ട്, അത്യാവശ്യം തന്നെ വരാനുള്ള ബലമുണ്ട്. അങ്ങനെ ഈ അമ്മച്ചി എപ്പോഴും പള്ളിയിലാണ്. ഞാൻ അവിടെ കുറേ കാലം, ഒരു 3-3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക അമ്മച്ചീനെ. ആളെപ്പോൾ വന്നാലും പള്ളി തുറന്ന ആളവിടെ ഉണ്ട്. കൊട്ടകംതിട്ട പോലെ പള്ളിയിലുണ്ട്. ഏത് അച്ഛന്മാരെ കണ്ടാലും വചനപ്രഘോഷകരെ കണ്ടാലും അമ്മച്ചി വർത്താനം പറയും. അവിടെ വന്ന് കാത്തുനിന്ന് വർത്താനം പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, അങ്ങനെ എൻ്റെ അച്ഛാ അല്ലെങ്കിൽ എൻ്റെ ബ്രദറെ ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനം നിർത്തുന്നത് ഇങ്ങനെയാണ്. ഞാനെങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കണില്ല. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അമ്മച്ചിയുടെ ആ സ്ലാങ്ങിൽ അമ്മച്ചി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ കുറവ് എന്താണ്, പള്ളിയിലെപ്പോഴും ഉണ്ട്, കൊട്ടകംതിട്ട പോലെ അവിടെ കിടക്കുന്നുണ്ട്, എല്ലാത്തിനും ഉണ്ട്, ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അമ്മച്ചിക്ക് ദൈവാനുഗ്രഹത്തിലേക്ക് എവിടെയോ ഒരു തടസ്സമുണ്ട്. അമ്മച്ചിയുടെ കുറവ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കുറവ് തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ട്, എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പങ്കെടുക്കുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് ഏറ്റവും അടുത്ത് നമുക്ക് വേണ്ട ഒരു ഉപാധിയാണ് നമ്മുടെ കുറവ് എന്താണോ അത് തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. സക്കേവൂസിനുണ്ടായതുപോലെ. അങ്ങനെ ഉണ്ടാകുന്നവർക്ക് എന്തുണ്ടാവുള്ളൂ? കർത്താവിലേക്കുള്ള പരിശ്രമം, അവനെ കാണാനും രക്ഷ നേടണമെന്നുള്ള ഒരു ആഗ്രഹവും തീഷ്ണതയും ഉണ്ടാവുള്ളൂ. സക്കേവൂസിനെ ഇവിടെ കണ്ടുവയ്ക്കുക നമ്മൾ. സക്കേവൂസ് എന്താ ചെയ്തത്? അവൻ യേശുവിനെ കാണാൻ മുൻപേ ഓടി. ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇവനെന്താ വട്ടായൊന്നും ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഇവൻ മാത്രം അങ്ങോട്ട് ഓടാണ്, എതിർദിശയിലേക്ക്. കണ്ടോ, സക്കേവൂസ് തിരിച്ചുപോയി. അവിടെ ഓടിച്ചെന്നവൻ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. അവൻ്റെ ഒരു പരിശ്രമമാണ് അവിടെ കാണിക്കുന്നത്. സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുള്ളനെ സംബന്ധിച്ച് ഇത്തിരി ടഫായിട്ടുള്ള കാര്യമാണ്. ഒരു കാട്ട് ഒലിമരത്തിൽ അവൻ കയറിയിരുന്നു. അപ്പോൾ ഇത്തിരി പ്രയാസപ്പെട്ടിട്ട് അവനെങ്ങനെ കയറിയെന്നൊന്നും ബൈബിള് അവിടെ നമുക്ക് വേണ്ടി വിവരണം തരുന്നില്ല. പക്ഷേ അവൻ്റെ പരിശ്രമം ചെറുതല്ല. ഒരു കുള്ളൻ ഇങ്ങനെ കയറിയിരിക്കുക എന്ന് എളുപ്പമല്ല. അപ്പോൾ അവനൊരു എന്താ, അവൻ്റെ ഒരു ഡെസ്റ്റിനി അവനറിയാം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകുന്ന പോലെ കർത്താവ് വരാൻ
വഴിയുള്ള ഒരു വഴി അവൻ്റെ മനസ്സിൽ അവൻ പ്ലാൻ ചെയ്തു. അത്ര പെട്ടെന്ന് വേറെ വഴിക്ക് വേണമെങ്കിൽ പോകാമല്ലോ. കർത്താവ് വരുന്ന വഴിയെ തിരിച്ചറിയാൻ സക്കേവൂസിന് ഒരു കപ്പാസിറ്റി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. വചനം വായിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ ധ്യാനിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ 34 അധ്യായം 18 വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് നിരസിക്കില്ല. കർത്താവിൻ്റെ വഴി അത് വളരെ എന്താ പറയുക, പ്ലാൻഡായിട്ട് സക്കേവൂസ് മനസ്സിലാക്കി. ഹൃദയം നുറുങ്ങിയവർ അവൻ നിരസിക്കാത്തവനാണ്, അതുകൊണ്ട് അവൻ ഇന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ കാര്യം. അപ്പം സക്കേവൂസ് അങ്ങനെ കയറി അത്തിയിലകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് യേശുവിനെ കാണണം. അപ്പോൾ യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹമാണ് സക്കേവൂസിനുള്ളൂ. ബാക്കി എന്തും നടക്കുന്നത് അവൻ്റെ പ്ലാനിലില്ലാത്ത കാര്യമാണ്. അവനൊരു ഡെസ്റ്റിനി ഉണ്ട്, യേശുവിനെ കാണണം. എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ് അവൻ പരിശ്രമിച്ച് മുകളിൽ എത്തിയിരിക്കുന്നതാണ് കാഴ്ച. അപ്പം 4-ാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 3-ാമത്തേതാണ് യേശുവിനെ കാണാൻ പരിശ്രമിച്ചു. 4-ാമത്തെ കാര്യം, അവൻ യേശു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇന്ന് ആൾക്കാർക്ക് ഇല്ലാത്തൊരു കാര്യമാണ്, വെയിറ്റ് ചെയ്യാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ യേശു അവിടുന്ന് വരുന്നുള്ളൂ, മുൻപിലിരിക്കുന്നത് സക്കേവൂസാണ്. വഴിയിൽ കയറി, കാരണം ആ ഗൂഗിൾ മാപ്പ് അവൻ കണ്ടുപിടിച്ചു. കർത്താവ് അതിൽ വരും. കാത്തിങ്ങനെ യേശു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, ആൾക്കാരെ തഴുകി തലോടി തിരിച്ചു വരുന്നു. ഇങ്ങനെ അവനിങ്ങനെ പരസ്യജീവിതത്തിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കുന്നത് സക്കേവൂസ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പോൾ സക്കേവൂസിനൊരു കാര്യം ഉറപ്പാണ്, എന്നെന്തായാലും കാണാൻ യാതൊരു ഐഡിയ ഇല്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റും. യേശു പോയി കഴിയുമ്പോൾ ഇറങ്ങി ചുങ്കസ്ഥലത്തേക്ക് പോവാം, ബാക്കി പണി ചെയ്യാം. ഇതാണ് സക്കേവൂസിൻ്റെ മനസ്സിലെ ധാരണ. പ്രിയപ്പെട്ടവരെ, ഒരു സ്റ്റെപ്പ് സക്കേവൂസ് വെച്ചപ്പോൾ ഇനി കാണാൻ പോകുന്ന കാഴ്ച നോക്കിയാൽ സക്കേവൂസിൻ്റെ അടുത്തേക്ക് കർത്താവ് ഒരു 10 സ്റ്റെപ്പെങ്കിലും കൂടുതൽ വെക്കുന്നതാണ്. സക്കേവൂസ് കാത്തിരിക്കുകയാണ്. യേശു അങ്ങനെ താഴേക്ക് വന്നപ്പോൾ സക്കേവൂസ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ നടക്കുകയാണ്. മുകളിലേക്ക് നോക്കി യേശു പറഞ്ഞു, സക്കായി താഴെ വരിക. അപ്പോൾ സക്കേവൂസ് ചെയ്ത 5-ാമത്തെ കാര്യമാണ്, അവൻ യേശുവിനെ പെട്ടെന്ന് അനുസരിച്ചു. ബൈബിളിൽ ലൂക്കാ സുവിശേഷകൻ അത് എഴുതിയേക്കുന്നത് അവൻ പെട്ടെന്ന് താഴെ വന്നു എന്നാണ്. അതെങ്ങനെ ഇറങ്ങി വന്നു എന്നൊന്നും പറയും, കുള്ളനെങ്ങനെ പെട്ടെന്ന് താഴെ വരാം, അതും ചിന്തിച്ചാൽ നമുക്കതിന് വളരെയധികം, കാരണം കുറച്ചും കൂടി വിശദമായിട്ടുള്ളൊരു ഉത്തരം തേടേണ്ടതുണ്ട്. എന്നാലും ലൂക്കാ സുവിശേഷകൻ അത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അവൻ പെട്ടെന്ന് താഴെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്ക് കേട്ട അവൻ പെട്ടെന്ന് അനുസരിച്ച് താഴെ എത്തി. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങളിലൂടെ സക്കേവൂസ് കടന്നുപോയേ. 5 കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറാണ്. സക്കേവൂസിനുണ്ടായ ഒരു ആനന്ദം ചെറുതൊന്നുമല്ല. ആ നാട്ടിൽ അവൻ നെഞ്ചും വിരിച്ചങ്ങനെ നടന്നിട്ടില്ല. ചിലപ്പോൾ അവനതിലൂടെ സഞ്ചരിച്ച് ആൾക്കാർക്ക് മുഖം കൊടുക്കാതെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ടാക്സി പിരിക്കിൻ്റെ അടുത്ത് മാത്രം പോയി അവിടെ ടാക്സി പിരിച്ച്, കാരണം ആൾക്കാരുടെ മുന്നിലൊക്കെ അവന് വേറൊരു വിരൂപമാക്കപ്പെട്ടൊരു മുഖമുണ്ട്. പക്ഷേ ഇന്ന് സക്കേവൂസ് അഭിമാനത്തോടെ നെഞ്ചും വിരിച്ച് യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. പിന്നെ സക്കേവൂസിൻ്റെ കഥ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാലോ. സക്കേവൂസ് അവൻ അവിടെ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു, രക്ഷയെ പ്രഘോഷിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ വചനചിന്ത നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സക്കേവൂസ് രക്ഷയിലേക്ക് അടുത്തതുപോലെ നമുക്കും ഉണ്ടാകേണ്ട ചില മനോഭാവങ്ങളെ ധ്യാനിക്കാനാണ്. ഒന്ന്, ആഗ്രഹം, മനസ്സ്, നല്ല മനസ്സുണ്ടാകണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സക്കേവൂസ് അവൻ്റെ കുറവ് തിരിച്ചറിഞ്ഞു. മൂന്നാമത് അവൻ പരിശ്രമിച്ചു. 4-ാമത് അവൻ എന്തായിരുന്നു, യേശുവിനെ കാത്തിരുന്നു. ഇന്ന് നമുക്ക് ആർക്കും പ്രാർത്ഥിച്ച അപ്പം തന്നെ കിട്ടണം. ധ്യാനം കൂടിയാൽ കിട്ടിയില്ലെങ്കിൽ ഈ ധ്യാനകേന്ദ്രം കൊള്ളില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം, ആ ഒരു ചേട്ടനോട് സംസാരിച്ച് പറഞ്ഞ്, ഞാൻ എല്ലായിടത്തും ധ്യാനം കൂടി. ആളിങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞു കേരളത്തിൽ. ഇതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. നമ്മൾ സക്കേവൂസ് വഴി ലൂക്കാ സുവിശേഷകൻ വരച്ച് കാണുന്ന ഈ രക്ഷയിലേക്ക് വരുന്ന സ്റ്റെപ്പുകൾ വെച്ചാൽ യേശുവിൻ്റെ രക്ഷാനുഭവം നമുക്ക് കിട്ടും. നമുക്കായിരിക്കുന്നിടത്തിരുന്ന് കണ്ണുകളടച്ച് കർത്താവിനെ ഒന്നുകൂടെ സ്മരിക്കാം. നമുക്ക് ഇന്ന് ജീവദായകമായ കർത്താവിൻ്റെ വചനം നമ്മുടെ മുന്നിലേക്ക് സമൃദ്ധിയായി വിളമ്പിത്തരുമ്പോൾ, കർത്താവെ, എൻ്റെ മനസ്സ് നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കമാണോ? സക്കേവൂസിനുണ്ടായ തരത്തിലുള്ളൊരു നല്ല മനസ്സെനിക്കുണ്ടോ? ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. രണ്ടാമത്, സക്കേവൂസിന് അവൻ്റെ കുറവിനെക്കുറിച്ച് ബോധ്യമുള്ളതുപോലെ ഞാൻ എന്ത് കുറവാണ് എന്നിലുള്ളത് അത് മറച്ചു വെച്ചിട്ടല്ല ഞാൻ രക്ഷയ്ക്ക് വേണ്ടി തേടേണ്ടത്, ആ കുറവ് തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കാൻ. കാരണം അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. അവൻ യേശുവിനെ കാത്തിരുന്നു.
യേശുവിൻ്റെ ദൈവം തരുന്ന അനുഭവത്തിന് വേണ്ടി ഇടപെടലിന് കാത്തിരിക്കാൻ നീ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് നിന്നിൽ ഇടപെട്ടിരിക്കും. സഖ്യവൂസിൻ്റെ ജീവിതത്തിൽ രക്ഷ കൊടുത്തതുപോലെ കേട്ട വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവേ, ഈ വചനം ഞങ്ങളിൽ ശക്തിയാകട്ടെ എന്ന്, കൃപയാകട്ടെ എന്ന്, അത്ഭുതമാകട്ടെ എന്ന്, നമ്മളിന്ന് കേട്ട മേഖലകൾ മുഴുവനും ഇന്ന് നമ്മളെ വിശ്വാസത്തെ ഉയർത്തുന്നതാകട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഇരുന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ദൈവജനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് രക്ഷയിലേക്ക് അടുക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന മേഖലകളെ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ അതിനെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് ഒന്നായിരിക്കുന്നിടന്ന് സ്തുതിക്കാവോ? യേശുവേ നന്ദി, ഹാലലൂയ, കൃപ കർത്താവേ, അത്ഭുതം ഞങ്ങളുടെ മേൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്താൽ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനത്താൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ വഴികളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആത്മാ മാറി 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 ബിഗ്രി ജീസസ് ടബിറ്റോണ മൈ ഗോഡ്. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കാം. ആമേൻ.